അപ്പോൾ ഗോൾഡ് എടുത്തോ, പേപ്പർ ട്രേഡ് ഒന്ന് കണക്ട് ചെയ്യുക. ഇവിടെ ടോപ്പിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന നോക്കിയാൽ മതി. ഇവിടെ ഏറ്റവും ടോപ്പിൽ ട്രേഡ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ, പബ്ലിഷിൻ്റെ നേരെ സൈഡിൽ ട്രേഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ലാപ്പിൻ്റെ ഏറ്റവും ടോപ്പിൽ റൈറ്റ് സൈഡിൽ കണ്ടോ, എൻ്റെ ഇത് കണ്ടോ, ഞാൻ കാണിക്കുന്നത് കണ്ടോ, എൻ്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? ഇവിടെ ഏതാ, ഞാൻ ട്രേഡ് വാച്ച് ലിസ്റ്റ് അല്ല, ട്രേഡ് വാച്ച് അത് പ്രസ് ചെയ്യുമ്പോൾ ഇതേപോലെ വരും. ഇത് കണ്ടോ, പേപ്പർ ട്രേഡ് കണക്ട് ചെയ്യുക, കണക്ട് കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന സമയം അവിടെ 1 lakhൻ്റെ അക്കൗണ്ടാണ് ഉണ്ടാവില്ല ഇവിടെ. അതെല്ലാം ഓക്കെ വരും ഇവിടെ. ഇവിടെ ഇങ്ങനെ ഉണ്ടാവില്ല, താഴെ കണ്ട ഇവിടെ ഏരോ, ഈ താഴെയുള്ള ഏരോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ സൈഡ് താഴെ ഒരു ഏരോ ആണ്. ഇവിടെ താഴെ പേപ്പർ ട്രേഡ് എന്നിട്ട് വന്നോ, ഓക്കെ. അത് നമുക്ക് മാറ്റാം, അത് കുഴപ്പമില്ല. അതെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഏറ്റവും ഡൗൺ സൈഡിൽ ഒരു ഏരോ കാണും. അല്ല അല്ല, അതായത് നമുക്കിപ്പോൾ ഇത് സ്ക്രീനിൻ്റെ പാനൽ കണ്ടില്ലേ, ഇത് കണ്ട ബോക്സ് കണ്ട നമ്മളെ ബോക്സ് ഇല്ലേ സ്ക്രീനിൽ, ആ ബോക്സിൻ്റെ താഴെ എന്താണുള്ളത്, ടൈംസ് ആണുള്ളത്. നമ്മളെ ബോക്സ് ഉണ്ടല്ലോ ഇതിൽ ബിയറിഷ് ബുള്ളിഷൊക്കെ കാണിക്കുന്നത്, അത് ലാപ്പിൽ ഓണാക്കി. സെയിം ഇമെയിൽ തന്നെയല്ലേ ലാപ്പിലുള്ളത്, ഫോണിൻ്റെ സെയിം സാധനം. നേരെ ഇൻഡിക്കേറ്ററിൽ പോവാ, ഇൻഡിക്കേറ്ററിലേക്ക് പോവാ. ലാപ്പിൽ ഇൻഡിക്കേറ്റർ എടുത്താ അവിടെ ഇൻവൈറ്റ് ഓൺലിയിലേക്ക് പോവാ. ഇൻവൈറ്റ് ഓൺലി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇൻവൈറ്റ് ഓൺലി. അപ്പോൾ അതിൻ്റെ യൂസർ നെയിമും മറ്റേ യൂസർ നെയിമും ഡിഫറൻസ് ഉണ്ടാവും മിക്കവാറും നിങ്ങൾ അയച്ചു തന്നതിൽ. ഇതാണ് പേര് ഈ സ്ക്രീനിൽ കാണുന്നത്. പൾസ് ബൈ സ്റ്റാറ്റിക്സ് നൽകും. അപ്പോൾ അതിൽ ഇൻവൈറ്റ് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങളെ അതിൻ്റെ പേരെന്ന് പറഞ്ഞത് യൂസർ നെയിം ഇപ്പോൾ ഓൺ ആക്കിയിട്ടുള്ള നിങ്ങൾക്ക് സെയിം അക്കൗണ്ട് അതിൽ ഓപ്പൺ ആക്കണം. ഇല്ല, ഒന്ന് ചെക്ക് ചെയ്തൊക്കെ ഏത് ഇമെയിൽ ഡിഫറൻസ് ഉണ്ടാവും മിക്കവാറും. നിങ്ങൾ അതിൻ്റെ യൂസർ നെയിം എന്താണ്? ഇതാ ഏറ്റവും ടോപ്പിൽ കാണിക്കും യൂസർ നെയിം. അപ്പോൾ അതാണ് ഇപ്പോൾ രണ്ട് യൂസർ നെയിമാണ്. അപ്പോൾ ഓക്കെ, ഇതിലേക്ക് ഒരു ആക്സസ് ഞാൻ തരാം. ഇതിൻ്റെ ആ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞാൽ മതി. ഒരു മിനിറ്റ്.
SHINE. സ്പെല്ലിങ് പറയട്ടോ അതിൻ്റെ. SHINEYSABU 55. ഓക്കെ. ഓക്കെ, ഇനി ഇൻഡിക്കേറ്റർ എടുക്കറാ. അതൊന്ന് റീഫ്രഷ് ചെയ്യുക. ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് ഒന്ന് ഇൻഡിക്കേറ്റർ ഓപ്പൺ ആക്കുക. ഇപ്പോൾ ഞാനൊരു ട്രേഡ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഡെമോ കാണിക്കാൻ എൻ്റെ മെയിൻ അക്കൗണ്ടിൽ ഞാൻ ഓൾറെഡി ഒരു എൻട്രി ഉണ്ട്. ഈ ലൈവ് എൻട്രി എടുത്തിട്ടുണ്ട് ഓൾറെഡി. ഓൾമോസ്റ്റ് ഒരു $1,600 പ്രോഫിറ്റ് ആണ്. ഇപ്പം ഇത് എൻട്രി ഉണ്ട്, ലൈവ് എൻട്രി ആണ്. ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇതിൻ്റെ ഒരു $100 അക്കൗണ്ടിൽ കാണിക്കുന്നതാണ്. ഞാൻ ഓൾറെഡി എൻ്റെ റിയൽ അക്കൗണ്ടിൽ ഇത് എൻട്രി ഞാൻ എടുത്തിട്ടുണ്ട് ഓൾറെഡി, എൻ്റെ മെയിൻ അക്കൗണ്ടിൽ. അത് കൊടുക്കറ. സ്ക്രീനിൽ വന്നോ? ഓക്കെ. ഇപ്പം അതിലെന്നാക്കുക ആദ്യം ചെയ്യേണ്ടത് ഈ ചാർട്ട് എന്നാക്കുക ഹൈക്കനാഷിലേക്ക് മാറ്റുക. ഇവിടെ ടോപ്പിൽ കണ്ടോ ചാർട്ടിൻ്റെത്? അതെടുത്തിട്ട് നേരെ ഹൈക്കനാഷിൽ ഇടാം ചാർട്ട്. ഓഗസ്റ്റ് 11 ഹൈക്കനാഷിലേക്ക് കിട്ടോ? ഹൈക്കനാശിയാക്കി. ഇനി എന്നാക്കുക ട്രേഡ് കണക്ട് ചെയ്യുക. പേപ്പർ ട്രേഡ് കണക്ട് ചെയ്താ നെറ്റ്വർക്കിൻ്റെ പ്രശ്നം അതാണ്. വോയിസ് ബ്രേക്ക് ആകുന്നുണ്ട് ഇടയ്ക്ക്. ഇപ്പം കണ്ടോ ലൈവായിട്ട് മാർക്കറ്റ് ഇറങ്ങുന്നുണ്ട്, ക്രാഷ് ആയിട്ട് ഇറങ്ങുന്നുണ്ട്. ഈ എൻട്രി എടുത്താൽ ഇപ്പോൾ ഓൾമോസ്റ്റ് $2,000 പ്രോഫിറ്റിലാണുള്ളത്. ഇപ്പം ഞാൻ അതല്ല, $3,400 അതിൻ്റെ ഒരു പ്രോഫിറ്റ് വരുന്നത് TP3യിലേക്ക്. നമുക്ക് ലൈവായിട്ട് ഇന്നലത്തെ സെക്ഷൻ ഇന്നലത്തെ സെക്ഷനിൽ എല്ലാവരെ കൊണ്ട് $100 അക്കൗണ്ട് ഓപ്പൺ ആക്കി. എല്ലാവരും ഇന്നലെ സെക്ഷനിൽ എല്ലാവരും ഇന്നലെ ഒരു $5 ഇന്നലെ ടാർഗറ്റ് കൊടുത്തു എല്ലാവർക്കും. അത് ഇന്നലെ രാത്രി എല്ലാവരും ഹിറ്റ് ചെയ്തു. ഐക്കനാഷ് ആക്കി ട്രേഡ് കണക്ട് ചെയ്ത പേപ്പർ ട്രേഡ് കണക്ട് ചെയ്തു. അത് കുഴപ്പമില്ല. ഈ താഴെ ഇത് കണ്ട ഇവിടെ ഒരു ഓപ്പൺ പാനൽ എന്ന് പറഞ്ഞൊരു സാധനം വരും താഴെ ഏറ്റവും ഡൗണിൽ. എൻ്റെ മൗസിൻ്റെ ഇത് നോക്കാം, പോയിന്റ് നോക്കാം. പേപ്പർ ട്രേഡ് കണക്ട് ആയല്ലോ. അതല്ല, ഇവിടെ താഴെ കണ്ട ഇത് കണ്ടോ? എൻ്റെ മൗസിൻ്റെ ഇത് കാണുന്നുണ്ടാവും പാനല്. നേരെ റൈറ്റ് സൈഡിലേക്ക് ഇതാ താഴേക്ക് വരാം, ഏറ്റവും ഡൗണിലേക്ക് ഇതാ ഇവിടെ. ഇതാ ഇതേപോലെ വരും ഹിസ്റ്ററി ഓപ്പൺ ആക്കുമ്പോൾ. ഇതാ ഇവിടെയാണ് പാനല്. ഈ മാർക്കറ്റിൽ ക്രാഷ് വരുന്ന സമയം അവിടെ സ്റ്റേബിൾ ആയിക്കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റും.
ഓക്കെ, അതിൽ അത് അത് ക്ലോസ് ചെയ്യുക. ഫസ്റ്റ് വന്നത് അത് ക്ലോസ് ചെയ്യും. ഇനി അതിൻ്റെ താഴെ കണ്ട ഏറ്റവും താഴേക്കോ. ആ താഴത്തെ ഏരോ കണ്ട മേലേക്കുള്ള ഒരു ഏരോ. അത് തന്നെ, ആ ഏരോ. അത് ക്ലിക്ക് ചെയ്യും. അതല്ല ആ ഏരോ ക്ലിക്ക് ചെയ്യും. ടൈമല്ല, താഴെ ഒരു ഏരോ കണ്ട മേലേക്കുള്ള ആ ടൈമിൻ്റെ താഴെ ഒരു ഏരോ. ഓക്കെ. അതിലൊന്നാക്കാം. എൻ്റെ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ, ഇതാ ഇപ്പം ഇങ്ങനെയല്ലേ ഉള്ളത്. ഓക്കെ, ഇനി ടോപ്പിൽ നിങ്ങൾ ലാപ്പിൽ ഇതൊന്ന് ഓപ്പൺ ആക്കറാ ഈ സ്ക്രീൻ. അപ്പോൾ ലാപ്പിൽ കറക്റ്റ് കാണും. മൊബൈലിൽ ഇപ്പോൾ നോക്കുന്നത് ഈ സ്ക്രീൻ. യെസ്, ഇത് ലാപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ ലാപ്പിൻ്റെ സ്ക്രീൻ കറക്റ്റ് അതിൽ കാണും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ അതിൽ അങ്ങനെയാണെങ്കിൽ ഇനി ഇവിടെ ഇത് കണ്ട് ടോപ്പിൽ പേര് കാണും. അവിടെ ഇതാ ഈ സാധനം, അത് ക്ലിക്ക് ചെയ്യുക. അവിടെ എന്താക്കുക, ക്രിയേറ്റ് എ അക്കൗണ്ട്. അതിൻ്റെ താഴെ അതാ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. ഇതേപോലെ വരും, പേര് കൊടുക്കുക അവിടെ. ഓക്കെ, യെസ് അക്കൗണ്ട് നെയിം കൊടുക്കുക. ബാലൻസ് ഉള്ളതെന്നാക്കുക $100 ആക്കുക. 100 മതി. 1 lakh മാറ്റുക, 100ലേക്ക് മാറ്റി. ഇനി എന്താക്കുക, ഇനി ആ ക്രിയേറ്റ് കൊടുക്കുക. വേറൊന്നും മാറ്റണ്ട, നേരെ ക്രിയേറ്റ് കൊടുക്കുക. അപ്പോൾ $100 അക്കൗണ്ട് ഇപ്പം ക്രിയേറ്റ് ആയി. ഓക്കെ, ഇനി നേരെ അത് ബാക്ക് അടിക്കുക, പൗസ് ചെയ്യുക. അപ്പോൾ ഇതാണ് കേട്ടോ, അത് ആയാലും പൗസ് ചെയ്ത് വെക്കുക അവിടെ. ഓക്കെ അല്ലേ? അത് മിനിമൈസ് ചെയ്യുക. സാധനം താഴേക്ക് അയക്കും, മിനിമൈസ് ആവും, താഴേക്ക് പോവും നേരോ. അതൊന്നും താഴേക്ക് ഓക്കെ, ഈ സെയിം സാധനം ഇത് താഴേക്ക് കൊടുത്തു മതി. ലൈന് അത് മിനിമൈസ് ആയിട്ട് പോകും താഴേക്ക്. ഓക്കെ, അപ്പോൾ $100 അക്കൗണ്ട് ഓപ്പൺ ആക്കി, കാര്യങ്ങളെല്ലാം ഓക്കെ ആയില്ലേ? ഓക്കെ, ഇനി എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഇനി ഞാൻ സിമ്പിളായിട്ട് കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. വളരെ സിമ്പിളിൽ ലോജിക്ക് തന്നെ. ഇപ്പോൾ ഈ എൻട്രി ഞാൻ എടുത്തത് ഇവിടെ നിന്നാണ്. ഈ എൻട്രി ഞാൻ കമ്മിറ്റ്മെൻറ്റ് ചെയ്തത്. ഞാനിത് എടുത്തത് ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഞാൻ എൻട്രി എടുത്തത്. ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂർ മുന്നേ എടുത്ത എൻട്രിയാണ്. ഈ ഒരു ഏരിയയിൽ നിന്നാണ് എനിക്ക് എൻട്രി വന്നത്. ഇതിപ്പോൾ കംപ്ലീറ്റാണ്. ഇതിപ്പോൾ $2500. ഇത് ഇനി എൻട്രി എടുത്തുകൂടാ, ഇത് കഴിഞ്ഞ്. ഇനി എൻട്രി സമയം അത് ഇവിടുന്ന് എൻട്രി വന്നിന്. പക്ഷെ ഞാൻ എടുക്കുന്നത് ഇവിടുന്നാണ്, ഞാൻ കാണുന്നത് ഇവിടുന്നാണ്. യെസ്, ഓക്കെ, ഈ ഒരു പോയിന്റ് നിന്നാണ് ഞാൻ മാർക്കറ്റിൽ എൻട്രി കാണുന്നത്. ഞാൻ ആ സ്പോട്ടിനെ അവിടുന്ന് എടുത്തു. ഓക്കെ, ഇവിടുന്ന് എടുത്തു. ഇതിൻ്റെ അപ്പം നമ്മൾ ഇതിൽ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു എൻട്രി ഇപ്പം ഗോൾഡ് തന്നെയായിരിക്കില്ല ചെയ്യുന്നത് മെയിനായിട്ട്. ഓക്കെ, ഗോൾഡ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഗോൾഡ് തന്നെ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഇതിലുള്ള മേജറായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്, ഒരു എൻട്രി ഇവിടെ വരുന്നത് 50% കൺഫർമേഷൻ ഈ എൻട്രി വരലോട് കൂടിയായി.
ഈ എൻട്രിക്ക് എത്ര പെർസെൻറ്റേജ് കൺഫർമേഷനാണ്? 50% കൺഫർമേഷൻ ഈ എൻട്രിക്ക് ഉണ്ട്. ഒരു എൻട്രി സെൽ എൻട്രി ഇവിടെ വരുന്നുണ്ടെങ്കിൽ 50% കൺഫർമേഷൻ ഓൾറെഡി പാസ്സായിട്ടാണ് ആ എൻട്രി അവിടെ എന്താണത് വരുന്നത്. അപ്പോൾ 50% കഴിഞ്ഞു. അപ്പോൾ ഒരു ട്രേഡ് എടുത്താൽ 50-50 ചാൻസ് ഉറപ്പാണ്. 50% അവിടെ കംപ്ലീറ്റ് ആയി. ബാക്കിയുള്ള 50% ഈ ബോക്സ്. ഈ നമ്മൾ ഈ റൈറ്റ് സൈഡിലുള്ള ബോക്സ് ഉണ്ടല്ലോ ഇതിൽ ബാക്കിയുള്ള 50% കൺഫർമേഷൻ ഇതിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഒരു 25% കൺഫർമേഷനിൽ കിട്ടിയാൽ മതി. ഒരു 30% നമുക്ക് ഓക്കെ. ബാക്കിയുള്ളത് ഇതിലാണ് കൺഫർമേഷൻ. 50% ഓൾറെഡി നമുക്ക് കിട്ടി. ബാക്കി 50 ഇവിടെയാണ് നമുക്ക് കൺഫർമേഷൻ കിട്ടേണ്ടത്. അപ്പോൾ ഒരു ട്രേഡ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഈ സിഗ്നൽ വരുന്ന സമയം തന്നെയാണെന്ന് കൂട്ടാം. അതായത് ഇങ്ങനെ ഒരു സാധനം സ്പോട്ടിൽ സിഗ്നൽ വന്നു, നിങ്ങൾ സ്പോട്ടിൽ അവിടെ എൻട്രി എടുക്കുകയാണെങ്കിൽ അവിടെ നിന്നാക്കുക എൻട്രി പ്ലേസ് ചെയ്യുക. ഇവിടെ നിന്ന് ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി എടുക്കുന്ന കൂട്ടാം. നമ്മൾ എൻട്രി പ്ലേസ് ചെയ്യുക. ടാർഗറ്റ് എവിടെയാണ്? ടാർഗറ്റ് എപ്പോഴും ടാർഗറ്റ് വെച്ചുകൊണ്ട് മാർക്കറ്റിൽ ഒന്നായിക്കൂടാ, മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് പോയിക്കൂടാ. നമ്മൾ സ്കാൽപ്പിംഗ് ആണ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയ വരെ മാർക്കറ്റ് സപ്പോർട്ടിന് വരുന്ന ഏരിയയിലാണ് ടാർഗറ്റ് ഉണ്ടാവല്. മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഇവിടെ കണ്ട റിസ്ക് സ്കോർ. നമ്മളിതിൽ ഇതാണ് ഈ ട്രേഡിൽ വരുന്നതിൻ്റെ റിസ്ക്. ഇതാണ് ഇപ്പം എന്താണ് മാർക്കറ്റ് ഇവിടെ കണ്ട ബോക്സിൽ ഒരു പ്രോപ്പർ ബിയറിഷിലേക്ക് വരുമ്പോൾ ബോക്സ് ഫുള്ളി ഈ രീതിയിലാണ് വരേണ്ടത്. അതായത് ഒന്ന് മാർക്കറ്റ് ബിയറിഷ് ആവണം, മാർക്കറ്റിൻ്റെ ട്രെൻഡ് അലൈൻഡ് ആവണം, സ്റ്റാറ്റസ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് വരണം. അതേപോലെ വോളിയം പ്രഷർ നേരെ ഡൗൺ ആണ്, വെയിൽ ആക്ട് അഗ്രസീവ് ആണ്, റിസ്ക് 10/1 ഉള്ളൂ ഈ ട്രേഡിൽ, സേഫ്റ്റി ഗാർഡ് ഡേഞ്ചർ ആണ്, സെഡ് സ്കോർ മൈനസ് ആണ്. ഇത് ഒരു പ്രോപ്പർ ഒരു ബിയറിഷ് ട്രെൻഡിലേക്കുള്ള ഒരു പ്രോപ്പർ സൈനാണിത്. സെഡ് സ്കോർ മൈനസ്, റൈസിങ് റിസ്ക് ആണ്, ട്രാപ്പ് ഒന്നുമില്ല, വാലിഡ് ആണ്. ഈ രീതിയിലാണ് ഒരു പ്രോപ്പർ ബിയർ. വെയിൽ ആക്ട് അഗ്രസീവ് എന്ന് പറഞ്ഞാൽ ഡൗണിലേക്ക് വരുമ്പോഴാണ് ഈ അഗ്രസീവ് ആവല്. മാർക്കറ്റ് സ്റ്റേബിൾ അല്ല. യെസ് സേഫ്റ്റി ഗാർഡ് ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഡേഞ്ചർ ആക്കി തന്നെ എന്ത് സംഭവിക്കും? മാർക്കറ്റ് നേരെ ഡൗണിലേക്ക് വരും. അത് സ്റ്റേബിൾ അല്ല, കാര്യങ്ങൾ എല്ലാം നെഗറ്റീവാണ്. എപ്പോൾ സ്റ്റേബിൾ അല്ലാത്ത കാര്യം നമ്മൾ ആ രീതിയിൽ കണക്ട് ചെയ്ത് അതിനെ ടാലി ചെയ്താൽ മതി. സ്റ്റേബിൾ അല്ലാത്തൊരു കാര്യം നേരെ ഡൗണിലേക്ക് വരും. അത് മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യാം. സ്റ്റേബിൾ അല്ല മാർക്കറ്റ്. അതാണിപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കണം, ഒരു എൻട്രി വരുന്ന സമയം 50% അവിടെ എന്തായി? കൺഫർമേഷൻ കംപ്ലീറ്റ് ആയി. 50% അതിന് വിന്നിങ് റേഷ്യോ ഉണ്ട് ഒരു എൻട്രി വരുന്ന സമയം. എത്രയാണ് ഇവിടെ കാണിക്കുന്ന റിസ്ക് സ്കോർ? അത് അവിടെ എന്നാക്കാം. അത് അവിടെ ആ റിസ്ക് ആണ് അവിടെ എടുക്കേണ്ടത്, കീപ്പ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എൻട്രി എടുക്കാൻ പറ്റില്ല. കഴിഞ്ഞതാ $3000 എൻ്റെ പ്രോഫിറ്റ് അടിച്ചു, കംപ്ലീറ്റ് ആയി. $3400 പ്രോഫിറ്റ് TP3 അടിച്ചു. ഞാനിതിൻ്റെ ഞാനിത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഇതല്ല, എൻ്റെ $3500 ഇത് കംപ്ലീറ്റ് ആയി. എനിക്ക് മാർക്കറ്റ് ക്ലോസ് ആയി, TP3 അടിച്ചു. ഓൾമോസ്റ്റ് 20 മിനിറ്റ് ആയിട്ടാണ് എൻട്രി എടുത്തിട്ട്, 20-25 മിനിറ്റാണ്. ഓക്കെ, എൻ്റെ ഇന്നത്തെ ട്രേഡ് കംപ്ലീറ്റ് ആയി. എൻ്റെ ക്യാപിറ്റൽ $20,000 ഉണ്ടാവും. ഓക്കെ, 20 ലാഖിൻ്റെ അടുത്തുണ്ടാവും. അപ്പോൾ എൻ്റെ ട്രേഡ് കംപ്ലീറ്റ് ആയി. എൻ്റെ ഇന്നത്തെ സെക്ഷൻ, എൻ്റെ ഇന്നത്തെ ട്രേഡ് എന്ന് പറയുന്ന സിസ്റ്റമേ കംപ്ലീറ്റ് ആയി. ഞാൻ 20 മിനിറ്റാണ്. ഇപ്പോൾ ഞാൻ ഈ സെക്ഷൻ എടുക്കുമ്പോഴാണ് ആ ട്രേഡ് കംപ്ലീറ്റ് ആക്കിയത്. എൻ്റെ ഇന്നത്തെ ഒരു ട്രേഡിൻ്റെ ഒരു സ്റ്റേജേ കംപ്ലീറ്റ്